100 ഡിസ്കസ് ചെയ്യും. ഇതിനകത്ത് എന്തൊക്കെ വരും, വില കൂടുതലല്ലേ ബ്രോ, എന്താ കാര്യം ഓർഡർ ചെയ്യുന്ന എല്ലാവരും, ഒരു ഭൂരിപക്ഷം ആൾക്കാരും ആദ്യമേ ഞാൻ വില പറയുമ്പം അയ്യോ. സോ ഹേ ഗൈസ്, യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. പുതിയതായിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം നമ്മൾ നമ്മുടെ എന്നാ പറയണ്ടേ പൾസർ 150 ഡിസ്ക് സെറ്റിൻ്റെ റീൽ ഇട്ടപ്പോഴത്തേക്കും ഇതിനകത്ത് എന്തൊക്കെ വരും, ചിലരൊക്കെ വില പറഞ്ഞപ്പോഴത്തേക്കും പറയും വില കൂടുതലല്ലേ ബ്രോ, എന്താ കാര്യം അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് നമ്മുടെ ഫുൾ സെറ്റിൻ്റെ വില പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനം വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഫുൾ സെറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഡിസ്ക് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് വരുന്നത് ഡിസ്കുള്ള ടൈപ്പിൻ്റെ ഒരു സ്റ്റമ്പും ഒരു ഹബ്ബിൽ നിന്ന് പോവാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പറയുന്നത് നമ്മളിപ്പോൾ നിന്ന് കൊടുക്കാൻ പോകുന്നത് പറയുന്നത് ഷൈൻ്റെ ഒരു സെറ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണെന്ന്. അപ്പം ഷൈൻ അല്ല, യൂണിക്കോൺ ഒരു സെറ്റ് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുക. അപ്പം അതിന് എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഇത് ഇത്രയും വില കോസ്റ്റ്ലി വെച്ചാൽ സാധാരണ ആൾക്കാരെ കൊടുക്കുന്നതിനേക്കാളും കോസ്റ്റ്ലി ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉള്ള ഒരു ഓപ്പണായിട്ട് പറയുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, എന്തുകൊണ്ട് അത്രയും കാശ് വരുന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ സെറ്റ് വേണം നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് ഇതേ പ്രോസസ്സ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഒരു സ്റ്റമ്പും ഹബും. ഇതിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ചുമ്മാ എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് കാണുമ്പോഴത്തേക്കും ഹബിൻ്റെ കണ്ടീഷൻ കണ്ടല്ലോ, ഒരു ഷൈൻ്റെ ഹബ്ബ് നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷനാണ്. അപ്പം ഈ സാധനം ഷൈൻ്റെ ഹബ്ബ്, അതിന് സ്റ്റമ്പ് വന്നിട്ട് ഇത് പൾസറിൻ്റെയാണ്. നമുക്ക് ഡിസ്കിൻ്റെ വലിപ്പമെല്ലാം ഒന്നായതുകൊണ്ട് സ്റ്റമ്പ് എടുത്താലും കുഴപ്പമില്ല, കാലിപ്പർ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം സ്റ്റമ്പിൻ്റെയും കണ്ടീഷൻ കണ്ടല്ലോ. ട്യൂബിനൊന്നും ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണത്തില്ല, അത് നമ്മൾ ചെക്ക് ചെയ്യും. കാരണം അവിടെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഓയിൽ സീൽ നിൽക്കത്തില്ല. ആൻഡ് നമ്മുടെ എന്നാ പറയണ്ടേ സ്റ്റമ്പിൻ്റെ കണ്ടീഷൻ ഇതാ കണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് സ്റ്റമ്പും വരും. അപ്പം അടുത്ത പ്രോസസ്സ് എന്നാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഹബ്ബ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഹബ്ബിൻ്റെ കേസ് വരികയാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ സീൽസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, പിന്നെ ബെയറിങ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ്. ഹബ്ബിൻ്റെ ഫുൾ കണ്ടീഷൻ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ആദ്യം റിഫർബിഷ് എടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പം നമ്മളിത് ഹബിനകത്തെ പഴയ എന്നാ പറഞ്ഞാൽ ബെയറിങ് ഓയിസിൽ കാര്യങ്ങളെല്ലാം തട്ടി ഊരി എടുത്തു. ഇനി ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യണം ഈ ഹബ്ബ്. അപ്പോൾ ഇത് ഞാൻ ക്ലീനോടെ ചെയ്ത് സംഭവം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഈ സ്റ്റേ അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഹബിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കണ്ടല്ലോ, നല്ല ഗ്രൈൻഡറിട്ട് പിടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പെയിൻറ്റിങ്ങിന് കൊടുക്കണം. ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കി സെറ്റ് ചെയ്തുകൊണ്ട് പെയിൻറ്റ് കൊടുക്കണം. അടുത്ത് നമുക്ക് സ്റ്റമ്പിൻ്റെ വർക്കിലോട്ട് പോകാം. സോ ഈ സ്റ്റമ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ, ഞാൻ പറഞ്ഞതിനോട് ലീക്കോ കാര്യങ്ങളോ വരെയോ ഒന്നുമില്ല. ഇതിപ്പോൾ ഓയിൽ സീൽ മാറ്റിക്കൊണ്ട് വെച്ചേക്കുന്ന കേട്ടോ സംഭവം. ഇതിൻ്റെ ജസ്റ്റ് ഓയിൽ സീലെല്ലാം മാറി സംഭവം സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്നത്. ഷോപ്പിൽ കൊടുത്ത് ഓയിൽ സീൽ മാറിയിട്ടുണ്ട്. പുത്തനുണ്ട് ഓയിൽ സീൽ ഇട്ടുണ്ട്. ഇതിനകത്ത് ഓയിൽ സീൽ കാര്യങ്ങൾ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ പൊളിക്കുന്ന എടുക്കുമ്പം ഫുള്ള് ഓയിൽ സീൽ പൊട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് നമ്മൾ പുത്തൻ ഓയിൽ സീൽ ഇട്ടിട്ടുണ്ട്. ഈ സാധനം സ്റ്റീവർ മാറ്റുള്ളൂ. ഇനി ഈ സ്റ്റമ്പ് ഇതുപോലെ നൈസായിട്ട് നമുക്ക് ഒന്ന് പേപ്പറെല്ലാം പിടിച്ച് വൃത്തിയാക്കി ഇതും പെയിൻറ്റ് ചെയ്യണം. അപ്പം ഈ രണ്ടാമതിന് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. സോ നമ്മളിത് സ്റ്റമ്പിൻ്റെ കേസിൽ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറി പേപ്പറെല്ലാം പിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു രണ്ടാമത്തെ സ്റ്റമ്പും അത് തന്നെയാണ്, പേപ്പറെല്ലാം പിടിച്ച് ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെയും പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ മേലത്തെ ഡെസ്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പം ഇതും നമുക്കിനിയും ആ ഹബ്ബുടെ പെയിൻറ്റ് അടിച്ച് കാണാം. സോ അപ്പോൾ സ്റ്റമ്പ് ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലോ, ഒത്തിരി ഹൈ ക്വാളിറ്റി പെയിൻറ്റിംഗ് ഒന്നും അല്ല, പക്ഷേ അത്യാവശ്യം വെറും സ്ക്രാപ്പ് കണ്ടീഷൻ കൊടുക്കുന്ന പകരം ഒരു മിനിമൽ കണ്ടീഷൻ പെയിൻറ്റിങ്, അതിന് മേലെ ഒരു ക്ലിയർ കോട്ടും വരുന്നുണ്ട്. വെറും പെയിൻറ്റിങ് മാത്രമല്ല ക്ലിയർ കോട്ടും വരുന്നുണ്ട്. ഇത് കാണുന്നതിന് മനസ്സിലാവും എത്രത്തോളം ക്ലീൻ ആണെന്ന് കാണുന്നതിന് മനസ്സിലാവും. അതിനകത്ത് ഡസ്റ്റ് ക്യാപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ട് സ്റ്റമ്പിന് വേറെ ഇതുമായുള്ള സ്റ്റമ്പ് സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹബിന് കണ്ടീഷൻ
ചോയ്സ്. അപ്പം ഇതാണ് നമ്മുടെ ഹബ്ബ് കേട്ടോ. ഹബ്ബിൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, പെയിൻ്റ് അടിച്ച് അത്യാവശ്യം മെയിനാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഹൈ ക്വാളിറ്റിയിലുള്ള പെയിൻറ്റിംഗ് ഒന്നും നമുക്ക് ഈ പ്രൈസിലും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുണ്ട്, ഇതൊരു വൃത്തിയുണ്ട് കാണാനായിട്ട്. അപ്പം ബാക്കി ഇനി എന്തൊക്കെ സാധനങ്ങൾ എടുക്കുന്നത് എന്നാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഡിസ്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്, നമ്മുടെ യൂണിക്കോണിൻ്റെ പ്ലേറ്റ് കേട്ടോ. സെൻറ്റർ പക്ഷേ സിൽവർ ആയിരുന്നു. നമ്മളത് ഓണറിന് ഗോൾഡാക്കി തരാമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ ഗോൾഡ് അടിച്ചിട്ടുണ്ട്. അത് ക്ലീൻ പീസാണ് കേട്ടോ സംഭവം. പ്ലേറ്റും വന്നു. ഇനി സെൻറ്റർ ഹബ്ബ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചോർന്ന് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒപ്പിരി പെയിൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം സംഭവം. അപ്പോൾ ഇതിനെയും എല്ലാം സെറ്റ് ചെയ്ത് ഇതിലൊക്കെ കയറ്റിയിട്ട് ബാക്കി ഇതിന് അസംബ്ലിയിൽ വരുന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഓടിച്ച് പറഞ്ഞുതരാം എന്തൊക്കെ നമ്മളത് വരുന്നത്. സോ ഗൈസ്, അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും സാധനമാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഡിസ്ക് സെറ്റ് കിറ്റിനകത്ത് വരുന്നത്. ഓൾറെഡി കണ്ടു കാണും നമ്മൾ ഈ ഒരു സ്റ്റമ്പും ഹബ്ബും പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റമ്പ് വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് ആണ്. ഞാൻ ഒരിക്കലും പുത്തനാന്ന് പറയുന്നത്. സ്റ്റമ്പ് സെക്കൻഡ് ഹാൻഡ് ആണ്. നമ്മളെടുത്ത് അതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറി ക്ലീൻ ആക്കി മറ്റേ അകത്തെ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി ഇതിലൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം പെയിൻറ്റും അടിച്ച് ക്ലീൻ ആക്കിയാണ് കൊടുക്കുന്നത്. ഒത്തിരി ഹൈ ക്വാളിറ്റി പെയിൻറ്റിംഗ് ഒന്നുമില്ല, എന്നാലും സ്റ്റമ്പ് ചുമ്മാ തരുന്നതിന് ഇത് തൃപ്തിയുണ്ട്. ഹബ്ബ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനകത്ത് ഓയിൽ സീലും പഴയ ഗീസ് കാര്യങ്ങളൊക്കെ തട്ടി ക്ലീൻ ചെയ്ത് ഒരു കൂട്ട് പെയിൻറ്റ് അടിച്ച് അതിന് വേണ്ടി ക്ലിയറും ഉണ്ട് അത്യാവശ്യം. പിന്നെ ഈ ഒരു TVSൻ്റെ 5 വോൾട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സംഭവം ഇതാണെങ്കിൽ ത്രെഡ് പോകുന്ന സീനോ കാര്യമൊന്നും ഉണ്ടാകത്തില്ല. അതിന് നമ്മൾ ഡിസ്ക് ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല കണ്ടല്ലോ, നല്ല ക്ലീൻ ആയിട്ട് ഡിസ്ക് ലൈറ്റ് വരുന്നുണ്ട്. അതിന് സെൻറ്ററിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് നീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ യൂണിക്കോണിൻ്റെ ഡിസ്ക് സെറ്റാണ് നമുക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് കണ്ടല്ലോ, പുത്തൻ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. സെൻറ്ററിലെ പെയിൻറ്റ് നമ്മൾ അടിച്ചതാണ്, കാരണം ഗോൾഡൻ കളർ കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടിച്ചതാണത്. പിന്നെ ഹബ്ബ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിട്ടുന്ന പണിയാണ് അതിൻ്റെ എന്നാ പറയുന്നത്, അകത്തെ സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ സെറ്റപ്പും സെൻട്രൽ ആക്സിൽ കയറുന്ന ഒരു ചെറിയ സ്പേസറുണ്ട്. അത് രണ്ടും നമ്മളിത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ മാറുന്ന സാധനമാണ് ടാറ്റയുടെ ഒരു ബെയറിംഗ് സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹബ്ബിന് മാച്ച് ചെയ്യുന്ന ഒരു ബെയറിംഗ് സെറ്റ് ഇരിപ്പുണ്ട്. ആൻഡ് പിന്നെ ഉള്ളത് പുതിയ സാധനങ്ങളാണ്. പുതിയ സാധനങ്ങളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കെട്ടിക്കാനുള്ള സ്പോക്സ്, ഇത് വന്നിട്ട് പൾസറിൻ്റെ ഹബ്ബിന് മാത്രം സ്യൂട്ട് ആവുന്ന ടൈപ്പ് ലെങ്ത് ഉള്ള ടൈപ്പ് സ്പോക്സ് ആണ്. വേറെ ഒരു ഇതിൻ്റെ മേടിച്ചാൽ നമുക്ക് ഈ പൾസറിൻ്റെ ഹബ്ബ് കെട്ടിക്കാൻ പറ്റത്തില്ല. ആൻഡ് നമ്മുടെ സ്റ്റീലിൻ്റെ ലൈനർ 140 സെൻറ്റിമീറ്റർ കൊണ്ട് 100 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോരുത്തർ ആ ഒരു അനുസരിച്ചാണ്. ഈ സ്റ്റീൽ വേണ്ട, എനിക്ക് മറ്റേ റബ്ബറിൻ്റെ ടൈപ്പ് തന്നെ വേണമെങ്കിൽ അത് നമ്മൾ ഈ സെയിം ലെങ്ത് ഉള്ള ടൈപ്പ്, ഹൈറ്റ് നെറ്റ് വരുന്നതിനകത്ത് ലെങ്ത് ഉള്ള ടൈപ്പ് കൊടുക്കുന്നുണ്ട്. ആൻഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുത്തൻ മാസ് സിലിണ്ടർ വരുന്നുണ്ട്. ഒരു ക്ലീൻ പുതിയ പീസാകട്ടെ, ഇത് സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ല. ആൻഡ് കാലിപ്പർ അതുപോലെ തന്നെ പൾസർ 150 ഒരു പുതിയൊരു പീസ് കാലിപ്പർ വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഹൈറ്റ് നെറ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ സാധനം സ്റ്റോക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെക്കാത്തത്. ഈ ഒരു സെറ്റിനോട് ഹൈറ്റ് നെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തോടാണ് നമ്മൾ ഡിസ്ക് സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കൊടുക്കുന്നത്. ഇതൊരു ആൾക്ക് പാക്ക് ചെയ്ത് നമുക്ക് കൊടുത്തു വിടേണ്ട സാധനമാണ്. അപ്പോൾ ഞാൻ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചത്. സോ നമ്മൾ പിന്നെ ഈ സെറ്റിൻ്റെ കൂടെ നമ്മൾ ഷൈൻ്റെ തന്നെ എന്നാ പറയുക, ഷൈന് യൂണിക്കോൺ മോഡൽസിൻ്റെ തന്നെ ഒരു പിനിയൻ ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ കാര്യം മറന്നു പോയാന്ന് പറയാം. ഇത് പുത്തൻ പീസാകട്ടെ, നമ്മൾ ഒറിജിനൽ ഇതിൽ തന്നെയാണ് ഹീറോയുടെ സംഭവം തന്നെ. അപ്പം ഇത്രയാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ആ ഒരു ബോക്സാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. സ്റ്റമ്പ് നമ്മൾ വേറെ ആയിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു. സോ അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ, ക്ലീനായിട്ട് ബോക്സ് പാക്കിംഗ് ആണ്. നമ്മൾ സ്റ്റമ്പ് വന്നിട്ട് ബോക്സ് വെച്ച് പാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ ആയിട്ട് 2 കവർ ഇട്ട് വൃത്തിക്ക് പാക്ക് ചെയ്ത് നല്ല കട്ടയ്ക്ക് സീൽ ചെയ്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് വേറെ സീനോ ആയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇതാണ് നമ്മളൊരു ഡിസ്ക് സെറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1/2 ദിവസത്തിന് മേളിലാണ് നമ്മളൊരു ഡിസ്ക് സെറ്റ് കൊടുക്കാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം പ്രൈസ് എല്ലാവരും ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ് ഈ പ്രൈസിൻ്റെ കാര്യം. അപ്പം ഇതിനകത്ത് വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറയുവാണെങ്കിൽ സ്റ്റമ്പും ഹബ്ബും നമ്മൾ പൊളിക്കുന്നിടത്തുനിന്നെടുത്ത് നീറ്റായിട്ട് രണ്ടിനെ പഴയ ഓയിൽ സീലെല്ലാം കളഞ്ഞ്, പഴയ സീൽസ് എല്ലാം കളഞ്ഞ്, ഹബ്ബിൻ്റെ ആണെങ്കിലും പഴയ ബെയറിംഗ് എല്ലാം കളഞ്ഞ് നമ്മൾ നല്ലപോലെ മെഷീനറീസ് ഇട്ട് പിടിച്ച് അതിൻ്റെ ഓൾഡ് പഴയുള്ള അഴുക്ക കാര്യങ്ങളെല്ലാം കളഞ്ഞ ശേഷം അതിന് മേളിൽ പെയിൻറ്റ് അടിച്ച് ഒരു മിനിമൽ ക്വാളിറ്റി പെയിൻ്റാണ്. ഒത്തിരി ഹൈ ക്വാളിറ്റി പെയിൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ഒരു മിനിമൽ ക്വാളിറ്റി പെയിൻറ്റ് തന്നെ. ചിലപ്പം ഒരു ഇതിട്ട് വരച്ച് കഴിഞ്ഞാൽ പോവായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ അത്ര ഒരു ക്വാളിറ്റി പെയിൻറ്റിംഗ് ആണ് വന്നേക്കുന്നത് പറയുന്നത്. പ്രൈസിൻ്റെ കേസിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഞാൻ ഇത് എൻ്റെ അടുത്ത് നിന്ന് സെറ്റ് ഓർഡർ ചെയ്യുന്ന എല്ലാവരും, ഒരു ഭൂരിപക്ഷം ആൾക്കാരും ആദ്യമേ ഞാൻ വില പറയുമ്പം അയ്യോ അത്രയും വില വരുമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിലയ്ക്കുണ്ടെന്നുള്ളത് മനസ്സിലായി നമ്മളിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി പേരുണ്ട്. ഏകദേശം ഈ സെറ്റ് ഞാൻ ആദ്യത്തെ ആഡിട്ടതിന് ശേഷം ഒരു 8 സെറ്റ് ഞാൻ കൊടുത്തു. ഇതേപോലെ തന്നെ കൊടുക്കുന്നു, ഒരു 8 സെറ്റോളം നമ്മൾ കൊടുത്തു. അപ്പം ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ഉൾപ്പെടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു 6.5 തൊട്ട്
പല സെറ്റാണ്. 6 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത്. ഷിപ്പിംഗ് ഉൾപ്പെടെ ഒരു സെറ്റിന് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു 6500 രൂപ മുതലാണ്. ഇതുപോലെയുള്ള ഞാൻ ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റമ്പ് എടുത്ത് അതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ മാറി അതിൻ്റെ ഫോർക്ക് ഓയിലൊക്കെ മാറി പക്കയായിട്ട് നീറ്റാക്കി പെയിൻ്റ് അടിച്ച് ഹബ്ബ് എടുത്ത് അതിൻ്റെ ബെയറിങ്സ് എല്ലാം തട്ടിക്കളഞ്ഞ് അതിൻ്റെ ഓഫ് സീൽസ് എല്ലാം പോയെല്ലാം മാറ്റി പുത്തൻ 2 ബെയറിങ് അതിൻ്റെ സെൻറ്റർ ബെയറിങ് എല്ലാം കൊടുത്ത് പുതിയ മാസ്റ്റർ സിലിണ്ടർ, പുതിയ കാലിപ്പർ, അതൊക്കെ പൾസർ 150 ഇതിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും പുതിയ മാസ്റ്റർ സിലിണ്ടർ, കാലിപ്പർ, വേറെ ഡിസ്ക് സെറ്റ് വരുമ്പോഴത്തേക്കും അനുസരിച്ച് ഈ കാലിപ്പർ മാസ്റ്റർ സിലിണ്ടറൊക്കെ മാറും. അതിൻ്റെയാണ് പ്രൈസ് മാറുന്നത്. ആൻഡ് ലൈനേഴ്സ് പുതിയതാണ്. അതിൻ്റെ കമ്പി, പിനിയൻ ബോക്സ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് പുറത്ത് പോയിട്ടൊരു വർക്ക് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എന്നാ പറയണ്ടേ ഒരു ലെയ്ത്തിലോ ഇവിടെ പോയി വർക്ക് ചെയ്യേണ്ട, വേറെ മേടിക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. ഞാൻ ഹബ്ബിലുള്ള നട്ടുപോട്ട് ഉൾപ്പെടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പം നേരെ കൊണ്ട് വണ്ടി കയറ്റുക എന്നുള്ളതേ ഉള്ളൂ. ചില വണ്ടികൾക്ക് ടീസ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും, ചില വണ്ടികൾക്ക് ടീസ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്യേണ്ട വരത്തില്ല. അത് എന്നാ പറയണ്ട ഓരോരുത്തരുടെ വണ്ടിയും പിന്നെ ഞാൻ തരുന്ന സ്റ്റമ്പ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റമ്പേ നമുക്ക് റെഡി ആക്കി തരാൻ പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് സ്റ്റമ്പിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തപ്പിയ ആവശ്യം ഭയങ്കര ഡിമാൻഡ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞതിന് 3-1 പ്രൈസിൽ വരെ സാധനം അവൈലബിൾ ആണ്. പക്ഷേ അത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലുള്ള വരും വഴിയാൽ നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്നൊരു വണ്ടിയുടെ കേസ് തന്നെ ഉണ്ട്. അത് ഞാൻ പിന്നെ ഫർദറായിട്ടുള്ള വീഡിയോ പറഞ്ഞുതരാം. ഒരാൾ ഇതുപോലെ വെറും 2500 രൂപ 3000 രൂപയ്ക്ക് സെറ്റ് എടുത്തു. പക്ഷേ ആ പുള്ളിക്ക് ഇപ്പം അതിന് 3 ഇരട്ടി മുടക്കേണ്ട അവസ്ഥയായിരിക്കും. അതുപോലെ വള്ളികളുണ്ട്. അപ്പം എടുക്കുമ്പോൾ നല്ല വൃത്തിക്കുള്ള സെറ്റ് എടുക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുന്നത് ഇതുപോലെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ പൈസ കൂടുതലാണെങ്കിലും അത് ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നുമായിരിക്കും. എനിക്ക് പക്ഷേ ഇത് ഫെയർ ആയിട്ടുള്ള പ്രൈസ് ആയിട്ട് തോന്നുന്നത്. ഒരു 7500 രൂപ മുതൽ പല മോഡൽസ്, ഒരു 7500 രൂപ തൊട്ട് 16000 വരെ വണ്ടിയിൽ പല മോഡൽസ്, പല സെറ്റ്, ഡബിൾ ഡിസ്ക്, സിംഗിൾ ഡിസ്ക്, NS200, RS200, മോജോ, GT, പൾസർ 150 ഷൈൻ എന്ന് പറയുന്നത് പല മോഡൽസ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ വേണ്ട സാധനം ജസ്റ്റ് അതിനെ കോൺടാക്ട് ചെയ്യാൻ വീഡിയോ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറോ കോളിംഗ് നമ്പറോ എല്ലാം ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ വെരി സ്പെഷ്യൽ സൈനിങ് ഫ്രം TVM ഓട്ടോമോട്ടീവ്സ്.